ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിൽ കഴിക്കാവുന്ന ഒരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 പച്ചമാങ്ങയാണ് ഞാൻ എടുത്തത്. തീരെ പുളിയില്ലാത്ത പച്ചമാങ്ങ വേണം ഈ ഒരു കറിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മാങ്ങക്ക് തീരെ പുളിയില്ല, ഇച്ചിരി മധുരമൊക്കെ ഉള്ളൊരു മാങ്ങയാണ്. അപ്പോൾ എടുക്കുന്ന സമയത്ത് പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തു. അപ്പോൾ ഈ തക്കാളി ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. കാരണം മാങ്ങക്ക് പുളിയില്ലാത്തതല്ലേ. അപ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. പിന്നെ വേണ്ടുന്നതാണ് അരമുറി ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ വേണ്ടുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ തന്നെ എടുക്കണമെന്നില്ല. അതിപ്പോൾ കളറിനനുസരിച്ചിട്ട് എങ്ങനെയാണോ വേണ്ടുന്നത് അതിന് കണക്കായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി. അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും എടുക്കരുത്. പിന്നെ ഒരു നാടൻ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് കറിയെല്ലാം ആയതിനു ശേഷം നമ്മൾക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു 5-10 ചെറിയ ഉള്ളി തന്നെ വറുത്തിടാൻ ശ്രദ്ധിക്കണേ. അതാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഉപ്പ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഒഴിച്ചു കറിയാക്കാൻ ആവശ്യമായ സാധനം. ഇതാ മാങ്ങയെല്ലാം ഞാൻ ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി നീളത്തിലാണ് മുറിച്ചെടുത്തത്. ഇത് നമ്മൾക്ക് ഒരു മൺചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കും. ഇത് ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മാങ്ങ മുറിച്ചതും തക്കാളി മുറിച്ചതും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കേണ്ടതാണ് ഉപ്പ്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക, പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവേ. അപ്പോൾ ഇതാ ഈ മാങ്ങ വേവാനുള്ള വെള്ളം കൂടെ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആ ഒരു മഗ് വെള്ളം ഒഴിച്ചു കൊടുത്തത്, ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത് ഈ ഒരു മഗ്ഗിന് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ മാങ്ങ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ മാങ്ങ നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. മാങ്ങയിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഈ ചുവന്ന മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആണ് ചുവന്ന മുളക് പൊടി എടുത്തത്. അപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി കൂടെ, എരിവുള്ള മുളക് പൊടി കൂടെ ഒന്ന് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉപ്പ് നോക്കട്ടെ ഞാനൊന്ന്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഒന്നുകൂടി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മാങ്ങയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്താൽ മതിയാകും. വേവിച്ച് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് അതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല മഷി മാതിരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതുകൂടെ നമ്മൾക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സിൻ്റെ ജാറിലോട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് അതുകൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാകും. കണ്ടില്ലേ, ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ചാൽ കൊടുത്താൽ മതിയേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പ് ഒന്നുകൂടി ഒന്ന് നോക്കാം. തേങ്ങയെല്ലാം ചേർത്തതല്ലേ. അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഇച്ചിരി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾക്ക് ഈ കറി ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കാം. അപ്പോൾ ഇതാ തേങ്ങ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും പിന്നെ കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും കൂടെ ഒന്ന് വറവിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ വറവ് റെഡി ആയിട്ടുണ്ട്. ഇത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ പച്ചമാങ്ങ കൊണ്ടുള്ള ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മാങ്ങ എടുക്കുന്ന സമയത്ത് പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മടിക്കാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.